ഇപ്പോൾ ഞാൻ മലയാളിയാണ്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ഇവിടുന്ന് അണ്ടമാനിക്ക് പോയത്. യൂഷ്വലി അണ്ടമാനത്തെ ആൾക്കാർ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പ്രിഫർ ചെയ്യുക. എൻ്റെ മെയിൻ ഹോബി പറഞ്ഞാൽ എപ്പോഴും ഫുട്ബോൾ കളിക്കാൻ പോവുക. This is the first time I'm seeing a candidate from Andaman Nicobar Islands. Hello everyone, welcome to Toppers Talk at Fortune Ice Academy. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ഈ കൊല്ലം 743 റാങ്ക് നേടിയ ഷിയാദാണ്. ആൻഡമാനിൽ നിന്നുള്ള ഷിയാദിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഹായ് ഷിയാദ്. ഹായ് സർ. ഷിയാദ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? നാട് എവിടെയാണ്, ഫാമിലിയെക്കുറിച്ച് അതൊക്കെ ഒന്ന് പറയാമോ? സർ, എൻ്റെ പേര് ഷിയാദ്. ഞാൻ അണ്ടമാൻ നിക്കോബാർ ഐലൻഡ്സാണ്. എൻ്റെ സ്ഥലത്തിൻ്റെ പേര് വിംബർലിഗഞ്ച് ആണ്, സൗത്ത് അണ്ടമാൻ ഡിസ്ട്രിക്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിംഗ് എല്ലാം ചെയ്തത് അണ്ടമാൻ നിക്കോബാർ തന്നെയാണ്. എൻ്റെ ഫാമിലി പറഞ്ഞാൽ എൻ്റെ മദർ, എൻ്റെ 2 സിസ്റ്റേഴ്സ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ബ്രദറിൻ്റെ ഫാമിലിയും ഉണ്ട്. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത എൻ്റെ അങ്കിൾസ്, പിന്നെ എൻ്റെ എല്ലാ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്. പിന്നെ ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫസ്റ്റ് ടൈം കേരളത്തേക്ക് വരുന്നത് ടു പെർസ്യൂ ഹയർ എഡ്യൂക്കേഷൻ. ഐ കംപ്ലീറ്റഡ് മൈ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിവിൽ സർവീസസ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. പിന്നെ ഫൈനലി ഇപ്പോൾ ഇങ്ങോട്ട് എത്തി. ഷിയാദ് ആൻഡമാനിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആൻഡമാനിലൊരു ലൈഫ് ആൻഡ് കൾച്ചർ, CET ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വരെ ഷിയാദ് അവിടെയായിരുന്നല്ലോ, ആൻഡമാനിലായിരുന്നു ഫുള്ള്. അപ്പോൾ എന്താണ് അവിടെയുള്ളൊരു യുണീക്നെസ്? അതുപോലെ നമ്മളൊരു മെയിൻലാൻഡിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവുന്ന ചില കാര്യങ്ങൾ അവിടെ എനിക്കില്ലാന്ന് തോന്നുന്നു അല്ലേ? സർ, ഫസ്റ്റ് ഓഫ് ഓൾ യുണീക്നെസ് പറഞ്ഞാൽ സർ, അണ്ടമാനിൽ മെയിൻലി പുറത്തുനിന്ന് വന്ന് സെറ്റിലായ ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ മലയാളിയാണ്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ഇവിടുന്ന് അണ്ടമാനിക്ക് പോയത്. അപ്പോൾ സിമിലർലി ഇന്ത്യേൻ്റെ എല്ലാ പാർട്ടിനും അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ കൾച്ചർ തന്നെ പറഞ്ഞ ഒരു മിക്സ് കൾച്ചറാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഫുഡ് തന്നെ നോക്കിയാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ്, അറ്റ് ദ സെയിം ടൈം സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മെയിൻലി ചപ്പാത്തിയൊക്കെ കഴിക്കുക, ബട്ട് അറ്റ് ദ സെയിം ടൈം പുട്ട്, ദോശ എല്ലാം ഉണ്ടാവും. ആൻഡ് ലാംഗ്വേജും അങ്ങനെയാണ്. ഞാൻ മലയാളിയാണ്, അങ്ങനെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് തമിഴ്, തെലുഗു, ബംഗാളീസ് എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ കോമൺലി സംസാരിക്കുന്ന ലാംഗ്വേജ് എപ്പോഴും ഹിന്ദിയാണ്. സോ ആ കൾച്ചറൽ ഇൻറ്റിഗ്രേഷൻ അവിടെ അണ്ടമാനിൽ നല്ലോണമുണ്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം കുറേ ചാലഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി ആ റിമോട്ട് ഐലൻഡ് ആയതുകൊണ്ട് കുറേ ഫെസിലിറ്റീസ് ഇല്ല. എസ്പെഷ്യലി എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിൽ അങ്ങനെ നമുക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് 2020 വന്നു. അപ്പോൾ എൻ്റെ സ്കൂൾ ടൈമിൽ ആ സർവീസസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അറിയില്ല പുറത്തെ ലോകത്ത് എന്താ നടക്കുന്നത്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡും അല്ല. നമ്മൾ ജസ്റ്റ് സ്കൂളിലത്തെ കാര്യം പഠിക്കുക, കളിക്കുക, അങ്ങനെ പാസ്സായി പോവുക. പിന്നെ അറ്റ് ദ സെയിം ടൈം മെനി അതർ ഇഷ്യൂസ്, കണക്ടിവിറ്റി ഇഷ്യൂസ്, വെദർ ബി ടു മെയിൻലാൻഡ്, അറ്റ് ദ സെയിം ടൈം ഐലൻഡ്സിൽ തമ്മിലുള്ള കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസ്, ഹെൽത്ത് ഫെസിലിറ്റീസ്. അപ്പോൾ ഈ ചാലഞ്ചസ് ഒക്കെ മെയിൻലാൻഡ് നല്ലോണമുണ്ട്. റീസെൻറ്റ് ഇയേഴ്സിൽ നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വെൻ കമ്പയർഡ് ടു മെയിൻലാൻഡ്, നമുക്കിങ്ങനെ പറയാം, ഐലൻഡേഴ്സ് ആർ ആക്ച്വലി അറ്റ് എ ഡിസഡ്വാൻറ്റേജ് വെദർ ഇറ്റ് ബി എനി ഫീൽഡ്. പൊതുവെ ആൻഡമാനിൽ നിന്ന് ആൾക്കാർ പുറത്തോട്ട് പോയി അങ്ങനെ ജോലി നോക്കാറുണ്ടോ? അത് കൂടുതൽ ആൾക്കാരും അവിടെ തന്നെ ഒതുങ്ങിക്കൂടാനാണ് നോക്കാറ്? സർ, യൂഷ്വലി അണ്ടമാനത്തെ ആൾക്കാർ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പ്രിഫർ ചെയ്യുക. എസ്പെഷ്യലി അവിടെ ചെറിയ പോപ്പുലേഷനാണ്. അപ്പോൾ ആൾക്കാർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ്. എപ്പോഴും ഈവൻറ്റ്സ് ഉണ്ടാവും, ഗാദറിങ്സ് ഉണ്ടാവും. പിന്നെ സ്പോർട്സ് അവിടെ കമ്മ്യൂണിറ്റിയിൽ നല്ല പോപ്പുലറാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ നോക്കിയാൽ മാക്സിമം അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഗവൺമെൻറ് ജോബിൽ സെൻട്രൽ പേ ആയതുകൊണ്ട് നല്ല പേയ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി ആൾക്കാർ പ്രിഫർ ചെയ്യൂല പുറത്ത് വരാൻ. എല്ലാ ഫാമിലി ഫ്രണ്ട്സ് അവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും ഇങ്ങനത്തെ ഇവൻറ്റ്സിൽ. സോ അതുകൊണ്ട് യൂഷ്വലി ആൾക്കാർ പ്രിഫർ ചെയ്യുക അവിടെ തന്നെ താമസിക്കുക. ബട്ട് കുറച്ച് പേര് അങ്ങനെ പുറത്ത് വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഷിയാദ് അങ്ങനെ പുറത്ത് വന്നു, CET വന്നു, ബിടെക് മെക്കാനിക്കൽ ചെയ്തു അല്ലേ? അപ്പോൾ എന്തായിരുന്നു അങ്ങനെ പുറത്തോട്ട് വരണമെന്ന് തീരുമാനിക്കാൻ റീസൺ? സർ, ഫസ്റ്റ് റീസൺ ആയിരുന്നു എനിക്ക് സ്വന്തം അറിയാമായിരുന്നു എനിക്ക് തീരെ എക്സ്പോഷർ കിട്ടുന്നില്ല. അപ്പോൾ എനിക്കുണ്ടായിരുന്നു എന്തായാലും പഠിക്കണമെങ്കിൽ അണ്ടമാനിന്ന് പുറത്ത് പോകണം. സോ എഞ്ചിനീയറിങ് അങ്ങനെ പെർസെ എനിക്കൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഫിസിക്സ്, മാത്സ് ആ സബ്ജക്റ്റിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ എനിക്കറിയാം അണ്ടമാനിന്ന് പുറത്ത് സീറ്റ് കിട്ടുന്നുണ്ട്. എനിക്കറിയാം ഗവൺമെൻറ് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ അധികം എക്സ്പെൻസസ് ഉണ്ടാവില്ല ഫാമിലിക്ക്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ബർഡൻ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തു. പിന്നെ മെക്കാനിക്കലും അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മൂവീസിൽ കാണും യൂഷ്വലി ചെക്കന്മാർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത് നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് CET എത്തി.
സോ അങ്ങനെയാണ് കേരളത്തേക്ക് വരുന്നത്. അപ്പോൾ ആൻഡമാനിൽ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും പിന്നെ CET വന്നപ്പോൾ നമുക്ക് കുറെ കൂടെ എക്സ്പോഷർ കിട്ടി, റൈറ്റ്? അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ഫസ്റ്റ് CET വന്നപ്പോഴുള്ളൊരു എക്സ്പീരിയൻസ്? സർ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി നല്ല ബാഡ് ആയിരുന്നു. സ്പെഷ്യലി ഞാൻ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു സ്കൂളിൽ, അണ്ടമാനിൽ. ബട്ട് ഇവർക്ക് CET വന്നപ്പോൾ ഞാനായിരുന്നു ആ ക്ലാസ്സിലെ ബോട്ടം 5 റാങ്കിൽ വരാനുള്ള സ്റ്റുഡൻറ്റ്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവേണ്ടില്ല, മീൻസ് ഇങ്ങനത്തെ ഒരു വലിയ ട്രാൻസിഷൻ എങ്ങനെ ആയത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോമ്പറ്റീഷനിൽ എത്ര വലിയ ഡിഫറൻസ് ഉണ്ട്. അവിടെ കോമ്പറ്റീഷൻ അധികമല്ല. അപ്പോൾ ഞാൻ കുറച്ച് പഠിച്ചാലും എനിക്കറിയാം ഞാൻ എന്തായാലും നല്ല സ്കോർ ചെയ്യും. പക്ഷേ ഇവിടേക്ക് വന്നിട്ടാണ് മനസ്സിലായത് ഇവിടെ സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്, കൂടുതൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ തന്നെ കൂടുതൽ നല്ല ഹൈ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൾച്ചർ, എനിക്ക് ഹാർഡ് വർക്കിംഗ് കൾച്ചർ ആക്ച്വലി ഞാൻ മെയിൻലാൻഡിൽ വന്നിട്ടാണ് പഠിച്ചത്. അത്ര ഹാർഡ് വർക്കിംഗ് അല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ബോട്ടം 5 വരുന്ന ഒരാളായിരുന്നു. പിന്നെ എങ്ങനെയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു ടഫ് എക്സാം ആണെന്നാണ് പൊതുവെ പറയുന്നത്, റൈറ്റ്? അപ്പം അങ്ങനെ ഒരു ടഫ് എക്സാമിനേഷനിലേക്ക് വരാനുള്ള ഡിസിഷൻ അതെങ്ങനെയാണ് വന്നത്? സർ, ഫസ്റ്റ് ടൈം 12th നല്ല മാർക്ക് വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, സുബൈർ അഹമ്മദ്. ആളാണ് എന്നോട് ഫസ്റ്റ് ടൈം പറഞ്ഞ് ഇങ്ങനെ സിവിൽ സർവീസസ് ട്രൈ ചെയ്യണം. ബിക്കോസ് ആള് ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്കറിയായിരുന്നു ഇങ്ങനെ ഐലൻഡ്സിൽ ഇങ്ങനെ ആൾക്കാർ ഈ ഫീൽഡിൽ പോകണം. അപ്പോൾ ആളാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ആ ടൈം എനിക്ക് അങ്ങനെ ഐഡിയ അല്ല വാട്ട് ഈസ് സിവിൽ സർവീസസ്, എങ്ങനെ ഇത് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്താ അറിയില്ല. പിന്നെ ഞാൻ കോളേജിൽ എത്തിയപ്പോൾ 3rd ഇയറിലാണ് എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, സബീൽ സമ്മദ്. ഈസ് ഇൻ സർവീസ് നൗ, ഈസ് ഇൻ ഇന്ത്യൻ റവന്യൂ സർവീസ്. അപ്പോൾ ആൾ ജോയിൻ ചെയ്തപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് യെസ്, ഇതിനെക്കുറിച്ച് ഞാൻ സീരിയസ്ലി ആലോചിക്കാൻ തുടങ്ങിയത്. ബട്ട് അത് കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബട്ട് വെൻ ഹീ ഗോട്ട് ഇൻ ടു സർവീസ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു അച്ചീവബിൾ ഫീറ്റാണ്, നമ്മൾ ഐലൻഡേഴ്സിനും ഈ കാര്യം പറ്റും. അങ്ങനെയാണ് ഞാൻ പിന്നെ സിവിൽ സർവീസസ് കംപ്ലീറ്റ്ലി പർസ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് ഒരു എക്സാമിനേഷൻ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കും അത് പോസിബിൾ ആണ് എന്നൊരു ഫീലിംഗ് വരും, അല്ലേ? സർ, ഇപ്പോൾ സർ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തപ്പോൾ ജസ്റ്റ് എൻ്റെ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ അറ്റംപ്റ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് 12 മാർക്സാണ് കിട്ടിയത് GS1. അപ്പോൾ ആ പേപ്പർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു ആൻസറും അറിയില്ല. അപ്പോൾ എനിക്ക് എന്താ തോന്നിയത് പറഞ്ഞാൽ, ഈ എല്ലാവരും സാധാരണ പറയലുണ്ടല്ലോ ഇന്ത്യത്തെ ടഫസ്റ്റ് എക്സാമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ലെവലല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ബട്ട് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുന്ന സബീൽ കയറി. പിന്നെ എനിക്കറിയാം എൻ്റെ കോളേജ് സീനിയർ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം അവൻ എൻ്റെ കൂടെ ഒരു എവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. എന്ന് തോന്നി അവനക്ക് കയറാൻ പറ്റണമെങ്കിൽ എനിക്കും കയറാൻ പറ്റും. ഡിഫറൻസസ് കൺസിസ്റ്റൻ്റ് ആയി പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അത് പിന്നെ അത് കഴിഞ്ഞിട്ടില്ല, 2 കൊല്ലം ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഫോർച്യൂൺ IAS അക്കാഡമിയിൽ ജോയിൻ ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, സബീലും ഫോർച്യൂണർ സ്റ്റുഡൻ്റ് ആയിരുന്നു, റൈറ്റ്? അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്തായാലും എനിക്ക് കിട്ടണം, അങ്ങനെ ഒരു വാശിയുണ്ടായിരുന്നോ? സർ, ഇനീഷ്യലി ഇത് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തീരെ അവയർനെസ് ഇല്ല, എന്താ ഇത് ഈ എൻ്റെ സറൗണ്ടിങ്ങിൽ നടക്കുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഫോർച്യൂൺ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ ഫസ്റ്റ് അപ്രോച്ച് എന്തായിരുന്നു പറഞ്ഞാൽ, ഇവിടുന്ന് പോകുമ്പോൾ സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിലും നല്ല വിവരം ഉണ്ടാക്കി പോകുക. അറ്റ്ലീസ്റ്റ് സർ, ഞാൻ ഒരു ഷാറുഖ് ഖാൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഷാറുഖ് ഖാൻ പറയും, ഇഫ് യു ആർ ടേക്കിംഗ് എ ന്യൂസ് പേപ്പർ ആൻഡ് റീഡിങ് ഇറ്റ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്, നമുക്ക് എല്ലാ കാര്യം മനസ്സിലാവുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു നല്ല എഡ്യൂക്കേറ്റഡ് ആളുള്ളൂ. അപ്പോൾ എനിക്കതുണ്ടായിരുന്നു. എനിക്ക് ഈ പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ എന്താണ് എല്ലാ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഏതെങ്കിലും ആർട്ടിക്കൽ കണ്ട അതിൻ്റെ ഹിസ്റ്ററി എന്താ, ബാക്ക് സ്റ്റോറി എന്താ, അങ്ങനെ റിസർച്ച് ചെയ്ത് പോകും. സിലബസിനോട് അധികം സ്റ്റിക്ക് ചെയ്യൂല. അപ്പോൾ ഇവിടേക്ക് ഫോർച്യൂൺ വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അങ്ങനത്തെ ഒരു സീരിയസ്നെസ് ഇല്ല. പിന്നെ ഫസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്ത് എന്തായാലും ഇവിടെ നിന്ന് പഠിക്കണമെങ്കിൽ കുറച്ച് സീരിയസ് അറ്റംപ്റ്റ് കൊടുക്കുക, നല്ല സിലബസിനോട് സ്റ്റിക്കായിട്ട് കുറച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങിയത്. ആൻഡ് നമ്മൾ കോളേജിൽ വെച്ച് എഴുതിയ അറ്റംപ്റ്റ് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് 5th അറ്റംപ്റ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എഫക്റ്റീവ് ആണ് എന്ന് തോന്നിയൊരു ലേണിംഗ് സ്ട്രാറ്റജി എന്താ? സർ, ഫസ്റ്റ് സാധനം ഞാൻ പറയും കൺസിസ്റ്റൻസി. ആ എവറി ഡേ രാവിലെ സെയിം ടൈം 6 മണിക്ക് എണീക്കുക, 7 വരെ റീഡിംഗ് റൂമിൽ എത്തുക, പിന്നെ രാത്രി ലേറ്റ് വരെ ഇരിക്കുക. ആ ഡെഡിക്കേഷൻ നോട്ട് ഓൺലി ഫോർ 1 day or 1 week, ത്രൂ ഔട്ട് ദ ഇയർ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് തോന്നിയത് ദ മെയിൻ റീസൺ ഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ സർവീസ്. അറ്റ് ദ സെയിം ടൈം സർ, മിസ്റ്റേക്സ് എന്തായാലും നമ്മൾ ചെയ്യും. ആ മിസ്റ്റേക്സ് നമ്മൾ അങ്ങനെ അത് കൂടുതൽ ആലോചിച്ചിരിക്കാതെ അതിനെ എങ്ങനെയും ബെറ്റർ ആക്കാൻ നോക്കുക. നമ്മളെ സറൗണ്ടിങ്ങിൽ എപ്പോഴും ആൾക്കാരുണ്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി.
സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെ മെൻറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് അങ്ങനെ വെച്ചിട്ടാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ഞാൻ ഷിയാദിനെ പ്രൈമറിലി കൂടുതൽ കാണുന്നത് ഇൻ്റർവ്യൂ സമയത്താണ്. ബാക്കി പലരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, പക്ഷെ ഷിയാദ് ആ സമയത്തും അത്യാവശ്യം ചില്ലാണ്. എങ്ങനെയാണ് ആ ഒരു ചിൽ മോഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സർ അഗെയിൻ ഞാൻ അതിന് എൻ്റെ ഫാമിലിനെ കുറിച്ചാണ് പറയുക. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത എൻ്റെ പേരൻസ്, എൻ്റെ മദർ, എൻ്റെ അങ്കിൾസ്, അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അവരെപ്പോഴും എന്നോട് ഇത് പറഞ്ഞില്ല, നീ എന്തായാലും സിവിൽ സർവീസ് നിനക്ക് കിട്ടണം. അവർ എന്നോട് എന്താ പറയുക, നീ എന്തായാലും എൻ്റെ ഫുൾ 100% കൊടുക്കുക. കിട്ടിയില്ലെങ്കിൽ തിരിച്ച് അണ്ടമാൻക്ക് വന്ന് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും ഉണ്ട്. വേണമെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ജോബ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഞാൻ കുറച്ച് ദിവസം അവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അണ്ടമാനിൽ. അപ്പോൾ എനിക്കും അറിയാമായിരുന്നു ഞാൻ തിരിച്ചു പോയി ഒന്നും നടന്നില്ലെങ്കിൽ എന്തായാലും ഇവിടുന്ന് ഞാൻ കുറേ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എൻ്റെ ലൈഫിൽ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. സിവിൽ സർവീസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ലൈഫ്. ഇതില്ലെങ്കിലും എനിക്ക് എന്തായാലും ജീവിതത്തിൽ സക്സസ് ആവാൻ കുറേ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും അത്ര സ്ട്രെസ്ഡ് ആയിരുന്നില്ല. ഓൾദോ മെയിൻസിൻ്റെ ടൈം നമുക്ക് എപ്പോഴും ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, സിലബസ് കവർ ചെയ്യണം, ആ ഒരു സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. ബട്ട് ഇത് എപ്പോഴും ഉണ്ടായിരുന്നില്ല, ഇത് ഇല്ലെങ്കിൽ എന്താവും, ആ ഒരു തോട്ട് എപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. നൈസ്. ഷിയാദിന് എന്തെങ്കിലും ഹോബീസ് ഉണ്ടായിരുന്നോ ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഇടയ്ക്കും സ്ട്രെസ് ബസ്റ്റേഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോബീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സർ എൻ്റെ മെയിൻ ഹോബി പറഞ്ഞാൽ എപ്പോഴും ഫുട്ബോൾ കളിക്കാൻ പോവുക. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വീക്ക്ലി വൺസ് എന്തെങ്കിലും കളിക്കാൻ പോകും. പിന്നെ അതിൻ്റെ കൂടെ സാറിന് കോളേജിൽ തുടങ്ങിയ ഒരു ഹോബിയാണ് കാർഡ് ട്രിക്സ് ചെയ്യുക. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പോൾ അടുക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഈ മെയിൻസില്ല, ബട്ട് ലാസ്റ്റ് ഇയർ മെയിൻസിൻ്റെ ടൈം ശ്രീരാഗിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ശ്രീരാഗ്, അവൻ്റെ മാരേജ് ആയിരുന്നു 2 months കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ടൈം നമ്മളെല്ലാവരും അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഒരാൾ എൻ്റെ ഈ കാർഡ് ട്രിക്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും ഫ്രണ്ടിൽ ഞാൻ ആദ്യ ദിവസം രാത്രി തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ എല്ലാവരും ആദ്യ ദിവസം തന്നെ എന്നോട് പറഞ്ഞു, മീൻസ് ഈ മെയിൻസ് പ്രിപ്പറേഷൻ്റെ അടുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അതൊരു നല്ല ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിരുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല അവർക്ക് വേണ്ടിയും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഹോബീസ് കാരണമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ എക്സാം സൈക്കിളിൽ നിന്ന് പുറത്തു വന്നിട്ട് കുറച്ച് ചില്ല് ചെയ്യാനും ഒരു അവന്യൂ ഞാൻ കണ്ടത്. ഓക്കെ. ഒറ്റയ്ക്ക് പഠിക്കുന്ന ആളായിരുന്നോ ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന ആളായിരുന്നോ? ഇനീഷ്യലി ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്ന ആളായിരുന്നു. ബട്ട് എനിക്ക് തോന്നി എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് ഞാൻ ഗ്രൂപ്പ് തുടങ്ങിയിട്ടാണ്. എനിക്ക് ഇവിടെ 2 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ലോസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ അരവിന്ദ് ഈശ്വരൻകുട്ടി ഇപ്പോൾ ഈ ദിസ് ഇയർ 248 റാങ്ക് കിട്ടിയ, പിന്നെ അതിൻ്റെ കൂടെ സച്ചിൻ, ശ്രീരാഗ്, ആതിര, ഏബൽ, അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ പഠിക്കാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ എന്തായിരുന്നു പ്രശ്നം. എനിക്ക് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് എന്തിനാ സ്റ്റാർട്ടിങ്ങിൽ പ്രിലിംസ് ക്ലിയർ ആവണില്ല. അവരെ കൂടെ പഠിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ ടു മച്ച് ഫോക്കസ് ഓൺ കണ്ടന്റ് ആണ്, കൂടുതൽ ഓപ്പണായി തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു മെയിൻ എന്നെ ഹെൽപ്പ് ചെയ്ത് ഓൾസോ ടു ഇംപ്രൂവ് മൈ അപ്രോച്ച് ഇൻ എക്സാം, ബട്ട് ദ സെയിം ടൈം ടു പുഷ് മൈ സെൽഫ്. ഞാൻ അവരെ കാണണ്ടായിരുന്നു ഹൗ ദേ ആർ സ്റ്റഡിങ്, ദേ ആർ ഗിവിങ് മോർ ടൈം ടു ഇൻ ദ പ്രിപ്പറേഷൻ. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് കിട്ടിയത് ത്രൂ ദിസ് സ്റ്റഡി ഗ്രൂപ്പാണ്. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റഡി ഗ്രൂപ്പ് 5-6 പേരുള്ള സ്റ്റഡി ഗ്രൂപ്പ് വരുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് വരാൻ ചാൻസ് ഇല്ലേ? നിങ്ങൾ ഫോക്കസ്ഡായി തന്നെ പോകും എന്നെങ്ങനെ എൻഷുർ ചെയ്ത്? സർ യെസ് സർ, അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഗ്രൂപ്പ് വലുതായ ഡിസ്ട്രാക്ഷൻസ് കൂടുതലായിരിക്കും. പക്ഷേ സർ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഇതായിരുന്നു. എൻ്റെ കൂടെ ഈ ബാക്കിയുള്ള എല്ലാവരും അല്ലെങ്കിൽ എൻ്റെ അത്ര അല്ലെങ്കിൽ എന്നോട് കൂടുതൽ മോട്ടിവേറ്റഡ് ആൾക്കാരായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ഈ ഗ്രൂപ്പ് ബാഡ് ആവും ഓൺലി ഇഫ് ഐ ആം ഡീവിയേറ്റിംഗ് ദം ഫ്രം ദർ പാത്ത്. സോ ആ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവരെന്തായാലും നല്ലോണം ചെയ്യും. പിന്നെ എനിക്കും ആ ഒരു ബിലീഫ് ഉണ്ട്, ഞാനും ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് കിട്ടുമ്പോൾ നമുക്ക് എന്താ അറിയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്ത് കഴിക്കാൻ പോകും. അപ്പം അങ്ങനത്തെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ മേക്ക് ഷുവർ ചെയ്യും നമ്മൾ മെയിൻ ഫോക്കസ് എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് കണ്ടുപിടിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഷിയാദെ പൊതുവേ പറയാറുണ്ട് സിവിൽ സർവീസസ് എന്നുള്ളതൊരു ബുദ്ധിയുടെ പരീക്ഷയാണ്, ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഷിയാദിനെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സർ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ എക്സാമിൽ എന്തായാലും ക്ലിയർ ചെയ്യൂല, അതെനിക്കറിയാം. എസ്പെഷ്യലി എൻ്റെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി തന്നെ കണ്ടാൽ ഇപ്പോൾ കോളേജിൽ എനിക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ എനിക്കറിയാം എന്തായാലും ഞാൻ എക്സാം ക്ലിയർ ചെയ്യൂല. സോ ഐ തിങ്ക് അപ്പാർട്ട് റാദർ ദൻ ബീങ് ഇൻ്റലക്ച്വൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമുക്ക് അറിയണം നമുക്ക് എന്താ നമ്മളെ ഗോൾ എന്താണ്, അതിന് വേണ്ടി കണ്ടിന്യൂ വർക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും സെറ്റ് ബാക്സ് ഉണ്ടാകുമ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക, കോൺസ്റ്റൻ്റ്ലി ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ
അറിയാത്ത കാര്യം വരുമ്പോൾ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക, അവരോട് എപ്പോഴും ഹെൽപ്പ് എടുക്കുക. ഇഫ് വി ആർ വെൽ പ്ലാൻഡ് എന്ന് നമുക്ക് അറിയാം നമുക്ക് എന്താ വേണ്ടത്, ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ആർക്കെങ്കിലും കിട്ടാൻ പറ്റും. ഈ ഹെൽപ്പ് എടുക്കുക എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ടല്ലോ, എസ്പെഷ്യലി ഒരു മെൻറ്റർഷിപ്പ് എന്നുള്ളൊരു പ്രോസസ്സ്, നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി ഫീഡ്ബാക്ക് റിസീവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്, റൈറ്റ്? മെൻറ്റർഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി? സർ എസ്പെഷ്യലി ഒരു സ്റ്റുഡൻറ്റ്, ഇൻ മൈ കേസ് എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല സിവിൽ സർവീസസിന്. അപ്പോൾ എനിക്ക് ഗൈഡ് ചെയ്യാൻ അങ്ങനെ ആരുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റിന് എനിക്ക് തോന്നുന്നു മെൻറ്റർഷിപ്പ് ആക്ച്വലി ഈസ് വെരി ക്രൂഷ്യൽ. ത്രൂ മെൻറ്റർഷിപ്പ് ഉള്ളിൽ നമുക്ക് മനസ്സിലാവും എന്താണ് അപ്രോച്ച് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഇൻ്റർവ്യൂ ആയാലും നമുക്കൊരു ധാരണ ഉണ്ടാവും എക്സാം എങ്ങനെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ബട്ട് മേ ബി ദാറ്റ് ഈസ് നോട്ട് വാട്ട് UPSC ആക്ച്വലി വാണ്ട്സ്. അത് നമുക്ക് അറിയണ ഈ മെൻറ്റർഷിപ്പിനോടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ നമ്മളെ ചാൻസസ് എന്തായാലും ഇമ്പ്രൂവ് ആവാ ത്രൂ ബെറ്റർ മെൻറ്റർഷിപ്പ് ഉള്ളി. ഷിയാദിൻ്റെ മെൻറ്റർ ആരായിരുന്നു? എങ്ങനെയായിരുന്നു അത് ഹെൽപ്ഫുൾ ആയിരുന്നു? സർ എൻ്റെ മെൻറ്റർ നിതിൻ സർ ആയിരുന്നു. സാറിൻ്റെ ഓപ്ഷനിലെടുത്ത നിതിൻ സർ തന്നെയാണ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ സാറിന് അറിയാം എൻ്റെ സ്റ്റാർട്ടിങ് അവസ്ഥ എന്തായിരുന്നു. അപ്പോൾ സാർ എപ്പോഴും എൻഷുർ ചെയ്തു ഞാൻ എങ്ങനെയും എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ലാസ്റ്റ് ഇയർ മെയിൻസിൽ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ടെസ്റ്റ് നമ്മളെ ആർട്ട് ആൻഡ് കൾച്ചർ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈം ആൻസർ ചെയ്തതിന് പാരഗ്രാഫ്സ് വെച്ചിട്ടാണ് GSൽ. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് റിവ്യൂവിൽ സാർ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ എഴുതിയാൽ എന്തായാലും നീ ക്ലിയർ ആവില്ല. സോ എനിക്ക് തോന്നിയത് ബെസ്റ്റ് സാറിൻ്റെ ഇതായിരുന്നു, സാർ നമ്മളോട് എന്താണ് എന്ത് കാര്യം നേരായിട്ട് പറയും. ബിക്കോസ് സാറിന് എന്തായാലും അറിയായിരുന്നു ഇഫ് ദിസ് പേഴ്സൺ ഈസ് ടുമോറോ ഗോയിങ് ടു ബിക്കം എ സിവിൽ സർവൻറ്റ്, ഇതുകൊണ്ട് വലിയ പ്രോബ്ലംസ് വരും. അപ്പോൾ ക്രിറ്റിസിസം നേരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ആ ക്രിറ്റിസിസം നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാർ എപ്പോഴും എൻഷുർ ചെയ്തു എൻ്റെ പ്രശ്നം എന്താണ് അതിനോട് ക്ലിയർ ആയിട്ട് പറയും. പിന്നെ ബട്ട് അറ്റ് ദ സെയിം ടൈം സാർ ഇതും പറയും എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് മൈ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ബട്ട് അറ്റ് ദ സെയിം ടൈം മൈ ഫീറ്റ് ആർ ഓൺ ദ ഗ്രൗണ്ട്. സോ ആ ഒരു അപ്രോച്ച് ആയിരുന്നു സാറിൻ്റെ. ആ മെൻറ്റാലിറ്റി സെയിം എനിക്കും അങ്ങനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടായിരുന്നു ഈ സിവിൽ സർവീസിൽ ഫൈനലി എനിക്ക് റാങ്ക് നേടാൻ പറ്റിയത്. ഇപ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് PSR ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു PSIR സെലക്ട് ചെയ്യാൻ റീസൺ? സർ ഇനീഷ്യലി ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ഹിസ്റ്ററി എടുക്കുക. അപ്പോൾ എനിക്ക് ഓപ്ഷൻസിനെ കുറിച്ച് അങ്ങനെ ഐഡിയ ഇല്ല. പിന്നെ ഞാൻ ഇവിടെ ഫോർച്യൂണർ ക്ലാസ് ജോയിൻ ചെയ്ത് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് IR ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതും നിതിൻ സാർ എടുക്കുന്നത് GSൽ. അപ്പോൾ IR ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് സാർ പഠിപ്പിക്കുന്ന രീതി നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഞാൻ സിലബസ് എടുത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ സബ്ജക്റ്റ് ഞാൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് നല്ല ചാൻസസ് ഉണ്ട് ക്ലിയർ ചെയ്യാൻ, നല്ല സ്കോറിങ് സബ്ജക്റ്റാണ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റും തോന്നി. പിന്നെ ഇവിടെ എനിക്കറിയാം സാറിൻ്റെ ക്ലാസ്സസ് എന്തായാലും നൈസാണ്, പിന്നെ സാറിനോട് എന്തായാലും മെൻറ്റർഷിപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പൊളിറ്റിക്കൽ സയൻസ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിരിക്കും ബെസ്റ്റ് സബ്ജക്റ്റ് എനിക്ക് വേണ്ടി. സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് നോളജ് വേണം, സ്കില്ല് വേണം ആൻഡ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം. അപ്പോൾ ഷിയാദിൻ്റെ ഒരു നോളേജ് അക്യുമുലേഷൻ പ്രോസസ്സ്, അത് പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ, എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നോളേജ് അക്യുമുലേഷൻ പ്രോസസ്സ്? സർ യൂഷ്വലി എല്ലാവരും അങ്ങനെ പറയല് യു ഹാവ് ടു റീഡ് എവറിത്തിങ് അണ്ടർ ദ സൺ UPSC. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എൻ്റെ കണ്ടന്റ് എപ്പോഴും മിനിമം ആയിരുന്നു. എല്ലാ സബ്ജക്റ്റിന് ഒരു ടെക്സ്റ്റ്, ബട്ട് ആ ടെക്സ്റ്റ് ഞാൻ എന്തായാലും നല്ലോണം കവർ ചെയ്യും. പിന്നെ ആ ടെക്സ്റ്റ് തന്നെ വീണ്ടും റിവൈസ് ചെയ്യും. അത് വെച്ചിട്ട് എൻ്റെ മൈൻഡിൽ എന്തായിരിക്കും ഞാൻ പഠിച്ച കാര്യം എനിക്ക് അറ്റ്ലീസ്റ്റ് നല്ലോണം റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതായിരുന്നു എൻ്റെ അപ്രോച്ച്. സോ ഫോർ നോളേജ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ കയ്യിലുള്ള ബുക്സ് ഞാൻ എന്തായാലും കണ്ടിന്യൂസ്ലി വായിക്കേണ്ടത്, അതിനെ റിവൈസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം സർ സ്കിൽ എനിക്ക് തോന്നി ഇമ്പ്രൂവ് ആയത് ത്രൂ മെൻറ്റർഷിപ്പ്. അറ്റ് ദ സെയിം ടൈം വൈൽ ഇൻട്രാക്ടിങ് വിത്ത് അതർ ഫെല്ലോ ആസ്പിറൻസ് ആസ് വെൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്കിൽസിൽ എന്താണ് പ്രശ്നം, അതിനെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. Not only knowledge but right approach is also needed to crack, whether it be prelims, mains or interview. And so at the same time attitude പറഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം നമുക്ക് ഈ സിവിൽ സർവീസസ് വേണം. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഈവൻ ദോ വി ആർ ഫേസിങ് സെറ്റ് ബാക്സ്, നമുക്കറിയണം ദർ ഈസ് എ ചാൻസ് ദാറ്റ് നെക്സ്റ്റ് ടൈം ഐ ക്യാൻ ക്ലിയർ ദിസ് എക്സാം ആൻഡ് ദാറ്റ് ഈസ് ത്രൂ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. ഷിയാദ് ഇവിടെ ഫോർച്യൂണിൻ്റെ PCM സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ്? സർ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല അപ്രോച്ചബിൾ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുക, എന്താണ് ഡൗട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം എല്ലാ ക്ലാസ്സസ് നൈസായിരുന്നു. എസ്പെഷ്യലി നിതിൻ സാറിൻ്റെ IR
നന്ദഗോപൻ സാറിൻ്റെ ജോഗ്രഫി, ശൈലേഷ് സാറിൻ്റെ പോളിറ്റി ആൻഡ് മോഡേൺ ഇന്ത്യ ആസ് വെൽ. അപ്പോൾ ക്ലാസ്സിൽ തന്നെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ക്ലാസ്സിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി പറഞ്ഞാൽ ജസ്റ്റ് റൂം പോയി ആ ദിവസം അതൊരു പ്രാവശ്യം റിവൈസ് ചെയ്യും. അപ്പോൾ ജി എസും അറ്റ് ദ സെയിം ടൈം ഓപ്ഷണലിൻ്റെ പറഞ്ഞ ഫാക്കൽറ്റീസിനോട് നല്ല സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഹാഫ് ദ വർക്ക് അവിടെ തന്നെ കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മളെ ഒരു കറക്റ്റ് ഇത് മതി പോയിട്ട് ആ സെയിം സാധനം തന്നെ റിവൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഹെൽപ്പ് എപ്പോഴും എനിക്ക് ആ പി സി എം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഫോർച്യൂൺ എപ്പോഴും കിട്ടി. ഓക്കെ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പില്ലറാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ്. ഇപ്പോൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, മെയിൻസ് ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, അതെല്ലാം ചെയ്ത ഫോർച്യൂണിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു PTS യൂസ് ചെയ്ത് മാർക്സ് ഇമ്പ്രൂവ് ചെയ്തിരുന്നത്? എന്തായിരുന്നു ഒരു PTSൻ്റെ അപ്രോച്ച്? സർ, ഇവിടുത്തെ ടെസ്റ്റ് സീരീസിന് എനിക്ക് ബെസ്റ്റ് കാര്യം തോന്നിയത് ഇറ്റ് വാസ് ഓൾവേസ് റെലവെൻറ്റ് ടു ദ എക്സാം. വെറുതെ ഞാൻ കുറേ മറ്റേ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ സംടൈംസ് ആവശ്യമില്ലാതെ ചില ടെസ്റ്റ് സീരീസ് കൂടുതൽ ടഫായി പോകും, വിച്ച് ഇസ് ആക്ച്വലി നോട്ട് നീഡഡ് ഫോർ ദ എക്സാം. പക്ഷേ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് അങ്ങനെ ആയിരുന്നില്ല. ദർ വാസ് എ ഗുഡ് മിക്സ് ഓഫ് ബോത്ത് ഈസി ക്വസ്റ്റ്യൻസ്, മീഡിയം ആൻഡ് ടഫ് ക്വസ്റ്റ്യൻസ്. സോ നമുക്കറിയാമായിരുന്നു ഈ ടെസ്റ്റിൽ നല്ലോണം പെർഫോം ചെയ്ത് എന്തായാലും ഫൈനൽ എക്സാമിൽ എന്തായാലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ PTSൽ ആ അപ്രോച്ച് തന്നെ ആയിരുന്നു. എൻ്റെ കണ്ടന്റ് നല്ലോണം വായിക്കുക, ഒന്ന് ടെസ്റ്റ് എടുക്കുക. പിന്നെ ടെസ്റ്റിൽ നല്ല പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു ഈ സെയിം പെർഫോമൻസ് എനിക്ക് എന്തായാലും പ്രിലിംസിലും കൊടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം MTSലും വെദർ ഇറ്റ് ബി ഫോർ GS ഓർ ഓപ്ഷണൽ, എപ്പോഴും പേപ്പർ വാസ് റെലവെൻറ്റ് ടു ദ എക്സാം. പിന്നെ എപ്പോഴും ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു അച്ചീവ്മെൻറ്റ് പോലെ ഉണ്ടാവും. കുറേ ഏരിയാസ് കവർ ആയി ഓൾറെഡി. അപ്പോൾ എനിക്കറിയാമായിരുന്നു എല്ലാ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ട് ഐ എം ഗെറ്റിംഗ് ക്ലോസർ ടു ദ ഫൈനൽ റിസൾട്ട്. സോ അറ്റ് ദ സിമിലർലി ഇൻ്റർവ്യൂവിൻ്റെ ടൈമും ഇവിടുത്തെ കണ്ടിന്യൂസ് ഇവിടുന്ന് മോക്ക് എടുത്തു, ഫാക്കൽറ്റി മോക്സ് എടുത്തു. പിന്നെ എപ്പോഴും സാറിനോടും നിതിൻ സാറിനോടും 1-on-1 ഉണ്ടായിരുന്നു. ത്രൂ ദാറ്റ് എപ്പോഴും എനിക്ക് തന്നെ മനസ്സിലാവുണ്ടായിരുന്നു ഹൗ എൻ്റെ ഒരു സ്റ്റഡീസിൽ എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു കോൺസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ടായിരുന്നു. ആൻഡ് ഒരു ബിലീഫ് വരുന്നുണ്ടായിരുന്നു എന്തായാലും ഈ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഷിയാദിന് 200 മാർക്സ് ഉണ്ട് ഇൻ്റർവ്യൂവിന് അല്ലേ? അപ്പോൾ ആ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഒന്ന് റീകോൾ ചെയ്യാമോ? ആൻഡ് മേ ബി എനി മെമ്മറബിൾ ക്വസ്റ്റ്യൻസ്? സർ, ഫസ്റ്റ് തിങ് ഈസ് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഇൻ്റർവ്യൂ കയറിയിട്ട് റൂം കയറിയിട്ട് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുക, സീറ്റിൻ്റെ അവിടെ പോയി നിന്നിട്ട് എല്ലാവരെയും വിഷ് ചെയ്യുക, ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്തെങ്കിലും. പിന്നെ അവർ സീറ്റ് എടുക്കാൻ പറയും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. മീൻസ് ഇങ്ങനെയാണ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. പക്ഷേ ആക്ച്വലി ഇൻ്റർവ്യൂ അങ്ങനെ തീരെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോറിൽ നിന്ന് കയറുമ്പോൾ തന്നെ എൻ്റെ ബോർഡിൻ്റെ ചെയർമാൻ ദിനേശ് ദാസ സാറായിരുന്നു. കയറുമ്പോൾ തന്നെ നല്ലോണം ഗ്രീറ്റ് ചെയ്യാൻ തുടങ്ങി. വെൽക്കം ഷിയാദ്, വി ആർ വെയിറ്റിംഗ് ഫോർ യു, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് എ കാൻഡിഡേറ്റ് ഫ്രം അണ്ടമാൻ നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ എനിക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എല്ലാവരെയും ഒരു പ്രാവശ്യം നോക്കാനും പറ്റിയില്ല. അതിൻ്റെ മുന്നേ എല്ലാം പെട്ടെന്ന് ഫാസ്റ്റായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു മേ ബി ഒരു നെഗറ്റീവായി ഞാൻ ആരും വിഷ് ചെയ്തില്ല. പക്ഷേ ഞാൻ അതിൻ്റെ കുറിച്ച് അധികം ആലോചിക്കാൻ നിന്നില്ല. പിന്നെ അവർ അണ്ടമാൻ്റെ കുറിച്ച് തന്നെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഒരു അണ്ടമാൻ അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. യൂഷ്വലി ആരെങ്കിലും അത് ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരും ഏതെങ്കിലും ആൾക്കാരിൽ. അപ്പോൾ അവർ അണ്ടമാൻ്റെ കുറിച്ച് കുറേ ചോദിക്കാൻ തുടങ്ങി. അവിടുത്തെ ലൈഫ് എങ്ങനെയാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ഓഫ് മെയിൻലാൻഡർ ആൻഡ് ആൻ ഐലാൻഡർ. അപ്പോൾ ആ ഏരിയയിലായിരുന്നു അവരും കൂടുതൽ ഫോക്കസ്ഡ്. പിന്നെ ആ ഏരിയയിലും ഞാനും കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് നല്ലോണം ഡീൽ ചെയ്യാൻ പറ്റി. അറ്റ് ദ സെയിം ടൈം അവർ എന്നോട് IR ക്വസ്റ്റ്യൻസും ചോദിച്ചു. അണ്ടമാൻ റീസെൻ്റ്ലി ന്യൂസിൽ കുറേ വരുന്നുണ്ട്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് മലാക്ക അങ്ങനത്തെ ഏരിയാസിൽ കുറേ ക്വസ്റ്റ്യൻ വന്നു. ആ ഏരിയാസൊക്കെ ഞാനും നിതിൻ സർ കുറേ മൾട്ടിപ്പിൾ ടൈംസ് സംസാരിച്ച ഏരിയാസ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ടൈമിൽ തന്നെ എൻ്റെ മൈൻഡിൽ അത് വരുന്നുണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, എനിക്ക് എന്തായാലും നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ആ ഇൻ്റർവ്യൂ ടൈം വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എത്ര നല്ല പെർഫോം ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ബിഗിനർക്ക്, അതായത് ഒരു UPSC പ്രിപ്പറേഷൻ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ആസ്പിറൻറ്റിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? സർ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ഒരു കാൻഡിഡേറ്റിന് അറിയാതിരിക്കണം എന്താണ് ടാർഗറ്റ്. പിന്നെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ആ പേഴ്സണിന് സ്വന്തം റിയലൈസേഷൻ ഉണ്ടാവണം. ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് വേണം. നമ്മുടെ സർമാർ എപ്പോഴും പറയാറുണ്ട് ഇതൊരു സ്പ്രിൻ്റ് അല്ല, മാരത്തോണാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ എക്സാം പ്രൊസീജിയർ കോൺസ്റ്റൻ്റ്ലി ഹാർഡ് വർക്ക് ചെയ്യണം. സെയിം റുട്ടീൻ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം. ചിലപ്പം നമുക്ക് മേ ബി നമ്മൾ ഫെഡപ്പ് ആവും, ബട്ട് സ്റ്റിൽ നമുക്ക് അറിയണം ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്തായാലും ചിലപ്പം ടൈം കൂടുതലെടുക്കും. ബട്ട് ആ ഒരു കൺസിസ്റ്റൻസിയാണ് മെയിൻ വേണ്ടത്. എന്നുവെച്ചാൽ അറ്റ് ദ സെയിം ടൈം പ്രോപ്പർ ഗൈഡൻസും വേണം. ഇപ്പോൾ മേ ബി യൂഷ്വലി ഫാമിലിയിൽ ഓൾറെഡി സിവിൽ സർവൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ഗൈഡൻസ് അർലി ചൈൽഡ്ഹുഡിൽ തന്നെ കിട്ടും. ബട്ട് അങ്ങനെ അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് വേണം.
അതിന് നമ്മൾ എന്തായാലും ഒരു നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് മച്ച് ഈസിയർ ആയിരിക്കും ഈ എക്സാം പ്രൊസീജിയറിൽ. അതിനുവേണ്ടി നമ്മൾ എന്തായാലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ജോയിൻ ചെയ്യണം, പിന്നെ പ്രോപ്പർ മെൻറ്റർഷിപ്പ് കിട്ടണം. അതിന് എനിക്ക് ആക്ച്വലി ഫോർച്യൂൺ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതായിരിക്കും എനിക്ക് ഒരു ബിഗിനറിന് പറയാൻ, ഒന്ന് നല്ല ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്യണം ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഹി ഈസ് ഗെറ്റിംഗ് ദ പ്രോപ്പർ ഗൈഡൻസ്. സോ താങ്ക് യു ഷിയാദ്, ഒരു നല്ല കോൺവെർസേഷൻ ആയിരുന്നു, ഭയങ്കര ഒരു ചിൽ മോഡിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു. സോ താങ്ക് യു വൺസ് അഗൈൻ ഫോർ ദാറ്റ്. താങ്ക് യു.